നമ്മുടെ ഇന്നത്തെ യാത്ര രാമക്കൽമേടിന് സമീപമുള്ള കാറ്റാടിപ്പാടത്തേക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും പോകാൻ ഒരുങ്ങുമല്ലേ? പോയേക്കാം. വഴിയൊക്കെ വീതി കൂട്ടിയോണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ. അത് ശരിയാ. റോഡ് നേരത്തെ ഇത് വളരെ ചെറിയ റോഡായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് പുതിയതായിട്ട് പണിതാണ് കേട്ടോ. അതായത് വണ്ണപ്പുറം കമ്പംമെട്ട് ഹൈവേ ആണിത്. പുതിയതായിട്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക. വണ്ണപ്പുറത്തുനിന്ന് വരുന്ന റോഡാണ്. വണ്ണപ്പുറത്തുനിന്ന് വരുന്ന റോഡാണിത്. ശരി. വഴി ഇടിഞ്ഞു പോകാതെ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടാ കേട്ടോ ആ കഴിഞ്ഞു പോയെ. നല്ല പൂ വേണ്ട കുഞ്ഞി, ഒരു കടലാസ് റോസ് വയ്ക്കും. ഹൈവേയുടെ പണി നടക്കുന്നതാണേ. എൻ്റെ കോൺക്രീറ്റ് റോഡിൻ്റെ കോൺക്രീറ്റിംഗ് ഒക്കെ സൈഡൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ എടത്തറമുക്ക് ജംഗ്ഷൻ. റൈറ്റ് പോയാൽ രാമക്കൽമേടിന് പോകും. ഗുരുമന്ദിരമാണ്. അതൊരു ഗുരുമന്ദിരം. വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അകത്ത്. അങ്ങോട്ട് വയ്ക്കാം. 1 2 3 4. നമ്മളൊരു കാറ്റാടിയുടെ ചോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ ഓഫ് റോഡ് പോലത്തെ ഒരു ഇതാണ്. വണ്ടി കയറിപ്പാൻ പാടാം. നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് രാമക്കൽമേടിനടുത്തുള്ള കാറ്റാടിപ്പാടത്താണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കാറ്റല്ലേ? സൂപ്പർ കാറ്റ്. ഇഷ്ടംപോലെ നിറയെ പേരയ്ക്കാൻ നിൽപ്പുണ്ട്. അതിലെല്ലാം ഉണ്ട്. ചാറ്റൽ മഴ പെയ്യുവാണെങ്കിലേ ഇവിടെ ഫുള്ള് മഞ്ഞ് കയറി മൂടും. താഴേന്നൊരു വഴി കണ്ടോ? അത് കണ്ടോ? ആ വഴി കയറി വരുന്നത് തൂക്കുപാലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അത് കയറി ഈ കാറ്റാടിപ്പാടത്തേക്ക് വരുന്ന വഴിയാണ്. അമ്മൻ തണുത്തിട്ട് വിറച്ച് നിൽക്കുന്നത്. ഇവിടെ എങ്ങനെ കൊണ്ടുവന്നുള്ളതാ ഇത്. പണ്ട് ഇവിടെ റോഡൊക്കെ കുറവായിരുന്നു. ആ സമയത്ത് വോൾവോയുടെ ട്രെയിലറിന് കയറ്റിക്കൊണ്ട് വന്നത്. ഭയങ്കര കഷ്ടപ്പെട്ട് ആ സാധനമൊക്കെ ഇവിടെ കൊണ്ട് വെച്ചത്. ഇത് ഓരോ വ്യക്തികളുടെ ഓരോ കാറ്റാടി, പ്രൈവറ്റ് പാർട്ടികളുടെയാണ്. ആണോ? ഇത് എന്നിട്ട് ഈ കാറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതി ഓരോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഇത് KSEBിക്ക് വിൽക്കുവാണ്. അങ്ങനെയാണോ? KSEBിയുടെ ഇവിടുത്തെ സബ്സ്റ്റേഷൻ ഉണ്ട് കല്ലാർ. അങ്ങോട്ട് ഓരോ കാറ്റാടിയുടെയും കറണ്ട് അങ്ങോട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ അറിയും ഓരോരുത്തരുടേതാണെന്ന്? ഇതിലെല്ലാം പേരുണ്ടായിരുന്നു. ഓരോ ആൾക്കാർ വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് വെച്ചേക്കുന്നതാണ് ഓരോ കമ്പനിയുടെ. അത് ശരി.
അപ്പോൾ അത് കണ്ടോ, ആ ട്രാൻസ്ഫോമർ കണ്ടോ, ആ ട്രാൻസ്ഫോമർ കണ്ടോ, ആ ട്രാൻസ്ഫോമർ ആ കാറ്റാടിയുടെ മാത്രമാണ്. അതിൽ നിന്ന് വരുന്ന കറണ്ട് ആ ട്രാൻസ്ഫോമർ വന്നിട്ട് KCBയുടെ ലൈനിലോട്ട് പോവുക. ഓരോരുത്തരുടെ അളവെടുക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. അത് അവിടെയുണ്ട്, ആ ലൈൻ ചെല്ലുന്നിടത്ത്. അതെ, അത് ഇനി നമുക്ക് അടുത്ത കാറ്റാടിയുടെ അടുത്തേക്ക് പോകാം. ഇവിടേക്ക് ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. പിന്നെ റിസോർട്ടിൽ ഇഷ്ടംപോലെ ആളുണ്ടെന്ന്. സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റൂമൊന്നും കിട്ടാനൊന്നുമില്ല. റൂം ഭയങ്കര പാടാണ്, ഭയങ്കര ബുക്കിങ്ങാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഒരു കട കാണുന്നുണ്ട് കേട്ടോ. കടയുടെ പേര് കട്ടനും കാറ്റും എന്നാണ്. നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ഒരു കട്ടൻ അടിച്ചിട്ട് പോവാം. നല്ല തണുപ്പല്ലേ. ആ 3, 4, 5 ഒരു 5 കട്ടൻ, കട്ടൻ ചായ. ആ മതിയോ? എന്നാൽ ഒരു 4 കട്ടൻ ചായ. ആ ഒരു കട്ടൻ വേണ്ടായിരുന്നോ? കുഴപ്പമില്ല. ഇവിടെ വന്നിരുന്ന ഒരു കട്ടനും കുടിച്ച് കാറ്റും കൊണ്ടിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല വൈബാണ് കേട്ടോ. കട്ടൻ ചായ, ബജ്ജി മുളക്, സൂപ്പർ. എത്രയായി? അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. കട്ടൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ സാവുന്നേ ഉള്ളൂ, അവനേ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന കേട്ടോ ഇവിടുത്തെ മെയിൻ കാറ്റാടി. ആൾക്കാരെല്ലാം പെട്ടെന്ന് എത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ ആളും വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ല സീനറിയൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. ഭയങ്കര കാറ്റുമാണ്. ഓഫ് റോഡാ. എങ്ങനെയുണ്ട്? താഴോട്ടുള്ള വഴിയുണ്ടോ? ഇവിടെ ഈ ഭാഗത്തേക്ക് ഏലമുണ്ട്. അത് ഈ കാറ്റ് പിടിക്കുന്ന ഏരിയയിലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷെ അല്ലാതെ ഉള്ളത് ഏലവും കുരുമുളകും ഒക്കെയാണ് മെയിനായിട്ടുള്ളത്.
സ്ഥലം ഏതാ? അത് തൂക്കുപാലം രാമക്കൽമേട് റോഡാണ് താഴെ കാണുന്നത്. അത് അവർ ആ പോകുന്നതിന് നേരെ താഴെ കാണുന്നത് തൂക്കുപാലത്ത് നിന്ന് രാമക്കൽമേടിന് വരുന്ന വഴിയാണ് കാണുന്നത്. റോഡ് കാണുന്നത്. ആ റോഡ് കാണുന്നത്. പിന്നെ ആ ഒരു പള്ളിയുണ്ടോ, അത് രാമക്കൽമേടിൻ്റെ അടുത്ത് കോമ്പമുക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഭാഗത്ത് കാണുന്നൊരു പള്ളിയാണ്. താഴത്തെ പുൽമേട് കണ്ട് അത് കാണാൻ നല്ല രസമുണ്ട്. നല്ല രസമാണ് അവിടെ കാണാൻ. അവിടെ കാണാൻ ഇവിടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. വേണ്ട സോളാർ പാടം കാണുന്നുണ്ട്. സോളാർ പാടം അങ്ങനെ മലയിലാണ്. രാമക്കൽമേടിൻ്റെ ആദ്യത്തെ കാറ്റാടിപ്പാടമാണ് കേട്ടോ ഇത്. ഇത് കഴിഞ്ഞ് പിന്നെ ഇതിന് സമീപ പ്രദേശങ്ങളിലായിട്ട് കുറേ വന്നിട്ടുണ്ട്. ദേ അങ്ങ് കാണുന്നല്ലേ രാമക്കൽമേട്, കല്ലിരിക്കും. ആ കാണുന്നതാണ് രാമക്കൽമേട്. അവരതുകൊണ്ട് അങ്ങ് താഴെ വരെ ഇറങ്ങിപ്പോയി കയറി വരുന്നുണ്ട്. ഇനി കയറി വരുമ്പം വെള്ളം ചോദിച്ചോണ്ടേ വരത്തുള്ളൂ. എങ്ങനെയുണ്ട് താഴോട്ട് പോയിട്ട്? കാറ്റുണ്ടോ? ആണോ? കാറ്റും തണുപ്പും. കാറ്റും തണുപ്പും. ആണോ? കണ്ടോ അവിടെ കണ്ടോ ഒരു 3-4 കുതിര നിൽക്കുന്നുണ്ടോ? കുതിര അതല്ല അവിടെ നിന്ന് പുല്ല് തിന്നുവോ കേട്ടോ? 2 കുതിര, ഒരു പശുവ. നമുക്ക് അവിടുത്തെ സൂര്യാസ്തമയം ഒന്ന് നോക്കാവേ. നല്ല സൂര്യാസ്തമയം കാണാം. നല്ല രസമുണ്ട് ആ ചെടിയെ കാണാൻ അല്ലേ? നട്ടുപിടിപ്പിച്ചാന്ന് തോന്നുന്നു. അതെല്ലാം ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ് അവിടെ എല്ലാം വെച്ചേക്കുന്നത്. ചെടിയെ കാണാൻ മഞ്ഞ പോലെ ഇവിടെ ഇത് കണ്ടിട്ടുണ്ടോ? നല്ല രസമുണ്ട്. എന്നാ കാറ്റല്ലേ? ബാലി അങ്ങോട്ട് പോകും. ഓ എന്നെ കാറ്റെന്ന് പറഞ്ഞാൽ പോലെ താഴെ നല്ല എണ്ണ രസമാണ്. ഓക്കെ ഇനി മേലെ വാങ്ങുമ്പോൾ കയറി പോയേക്കാന്നാ. അവരാ വന്നവരെല്ലാം വണ്ടിക്കകത്ത് കയറി കേട്ടോ. തണുപ്പ് കാരണം കാറ്റും തണുപ്പും അതിഭയങ്കരമായതിനാൽ കൂടെ വന്നവരെല്ലാം വണ്ടിക്കകത്ത് കയറി. എന്നാൽ പോയേക്കാം.